ഹായ് ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷൻ വേഴ്സസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഈ ചാപ്റ്ററിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള റിലേഷൻ, കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള റിലേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർപ്പറേഷനും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ, ദെൻ കോർപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കോർപ്പറേഷൻ വേഴ്സസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, സാധാരണഗതിയിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്, എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഇതാണ് നോർമലി നമ്മളൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമമൂലമുണ്ടാക്കുന്ന ഒരു കൃത്രിമ വ്യക്തിത്വമാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനൊരു കോമൺ സീലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കോമൺ സീലോട് കൂടിയ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പുള്ള നിയമം മൂലം ഉണ്ടാക്കുന്ന ഒരു കൃത്രിമ വ്യക്തിത്വമാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അല്ലേ? ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സീലാണ്, അതിനൊരു പേരുണ്ടായിരിക്കും, അല്ലേ? എക്സ് ലിമിറ്റഡ് കമ്പനി, എ ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ നെയിമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ അതിൻ്റെ സിഗ്നേച്ചർ എന്ന രീതിയിൽ നമ്മൾ അതിനെ സീൽ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം കുറച്ച് ഷെയർ ഹോൾഡേഴ്സിനെ, 1, 2, 4, 5 ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സംഭവിക്കുന്നില്ല, അത് നടന്ന് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനൊരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടെന്ന് പറയുന്നത്, ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പുള്ളതും ഒരു കോമൺ സീലുള്ളതും ആയിട്ടുള്ള ഒരു കൃത്രിമ വ്യക്തിത്വമാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഇതെന്താണ്? ആളുകളുടെ സ്വമേധയായുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരാളെ നിർബന്ധിച്ച് അതിൻ്റെ ഷെയർ വാങ്ങിക്കുകയോ അതിൽ നിർബന്ധിച്ച് ആളായി ചേർക്കുകയോ ഒന്നും ചെയ്യുകയല്ല. ഒരു കമ്പനിയിൽ നമ്മൾ അതിൻ്റെ ഷെയർ വാങ്ങി നമ്മൾ അതിൻ്റെ ഷെയർ ഹോൾഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വമേധയാ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷനാണ്, സ്വമേധയാ ഉള്ള ഒരു കൂട്ടായ്മയാണ് ഒരു കമ്പനി എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, പാർട്ണർഷിപ്പ് ആണെങ്കിലും ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഇതൊക്കെ ഈ കോർപ്പറേഷനുമായിട്ട് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കോർപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഡിസിമിലാരിറ്റീസ്. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് നേച്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്? രണ്ടിൻ്റെയും, കോർപ്പറേഷൻ്റെയും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേച്ചർ എന്താണ്? നോക്കുക, എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് who have the capacity to invest huge amount of capital in the share of the company. കമ്പനിയുടെ ഷെയറിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുതലാളിമാരുടെ, ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണമെങ്കിൽ എന്തായിരിക്കണം? സാധാരണഗതിയിൽ ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള വ്യക്തികളാണ് കമ്പനിയുടെ ഷെയറൊക്കെ വാങ്ങിച്ചിട്ട് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ആവുന്നത്. അപ്പോൾ ഇത് എന്താണ്? അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാരുടെ ഒരു അസോസിയേഷനാണ്. സാധാരണഗതിയിൽ ഒരു കൂട്ടായ്മയാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. കാരണം ഷെയർ വാങ്ങിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ടു ഇൻവെസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഷെയർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കമ്പനിയുടെ ഷെയറിൽ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ വാങ്ങിക്കുന്ന മുതലാളിമാരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ cooperative society, so it is usually an institution of economically weak people who form an institution for the purpose of improving their living standard. Okay, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി
ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്കണോമിക്കലി വീക്കർ പീപ്പിൾ. സമൂഹത്തിലെ സാമ്പത്തികപരമായിട്ട് ഏറ്റവും വീക്കർ സെക്ഷനിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും എന്താണ്, സമൂഹത്തിലെ വീക്കർ സെക്ഷനിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഹു ഫോം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്രൂവിങ് ദെയർ ലിവിങ് സ്റ്റാൻഡേർഡ്. അവരുടെ നിലവിലുള്ള ലിവിങ് സ്റ്റാൻഡേർഡ്, ജീവിത നിലവാരം ഒന്ന് ഉയർത്തണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, സോ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് ഇതാണ് നേച്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്കണോമിക്കലി വീക്ക് പീപ്പിൾ. ഓക്കെ, പാവപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റത് ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു അസോസിയേഷനാണ്. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, ഈക്വാലിറ്റി എന്നുള്ളത് അല്ലേ, എല്ലാവരെയും ഈക്വലായിട്ട് കാണണം. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുക, ഈക്വാലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് മെയിൻറ്റെയിൻ ഇൻ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഈക്വാലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സിനിടയിലുള്ള ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോളോ ചെയ്യുന്നില്ല. ദ വോട്ടിംഗ് റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഷെയർ ക്യാപിറ്റൽ, അവിടെ ഒരു സ്പേസ് വിട്ടുപോയിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദം. ഓരോ ഷെയർ ഹോൾഡറും എത്ര ഷെയർ വാങ്ങിച്ചിട്ടുണ്ടോ ആ സബ്സ്ക്രൈബ് ചെയ്ത ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അപ്പോൾ 100 ഷെയർ വാങ്ങിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 100 വോട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ വാങ്ങിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1 വോട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഈക്വാലിറ്റി ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ഈക്വാലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. അപ്പം കൂടുതൽ ഷെയർ വാങ്ങിച്ച ആളുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടും, കുറച്ച് ഷെയർ വാങ്ങിച്ച ആളുകൾക്ക് കുറച്ച് പ്രയോറിറ്റിയേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം ഈക്വാലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ഓൺലി 1 വോട്ട് ഫോർ ഈച്ച് മെമ്പർ അല്ലേ, എല്ലാ ആളുകൾക്കും ഒരു വോട്ടേ ഉണ്ടായിരിക്കുള്ളൂ. 100 ഷെയർ വാങ്ങിച്ച ഒരു വ്യക്തിയെയും ഒരുപോലെയാണ് കാണുന്നത്, 1 ഷെയർ വാങ്ങിച്ച വ്യക്തിക്കും 1 വോട്ടേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ഓൺലി 1 വോട്ട് ഈച്ച് ഫോർ ഓൾ മെമ്പേഴ്സ്, എല്ലാവർക്കും 1 വോട്ടേ ഉണ്ടായിരിക്കുള്ളൂ. 1000 ഷെയർ വാങ്ങിച്ച വ്യക്തിയും 100 ഷെയർ വാങ്ങിച്ച വ്യക്തിയും 1 ഷെയർ വാങ്ങിച്ച വ്യക്തിയും ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വാലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു ഈക്വാലിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിഫറൻസ് ഇതാണ്. ദെൻ തേർഡ് മാനേജ്മെൻ്റ് ആണ്. ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇലക്ട് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ലുക്ക് ആഫ്റ്റർ ഇറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ്. ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യും. അവരാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റും ഓപ്പറേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കകത്ത് നടക്കുന്നത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കും. അതിനകത്ത് എന്ത് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്, ഡേ ടു ഡേ ഓപ്പറേഷൻസും അതിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എ പേഴ്സൺസ് മെൻ്റൽ കപ്പാസിറ്റി, ഇൻ്റലിജൻസ്, എബിലിറ്റി എക്സെട്ര, അവിടെ ഒരു സ്പേസ് വേണേ, എക്സെട്ര ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ വിച്ച് എ പേഴ്സൺസ് ടു ഇലക്റ്റഡ് ടു ദ മാനേജ്മെൻറ്റ് ബോർഡ്. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ആ വ്യക്തിയുടെ മെൻ്റൽ കപ്പാസിറ്റി, ഇൻ്റലിജൻസ്, എബിലിറ്റി ഇതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ കപ്പാസിറ്റി നോക്കിയിട്ടാണ് അല്ലെങ്കിൽ കഴിവ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നതിന്, അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നതിനുമൊക്കെ വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നത്.
ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളുകളുടെ കഴിവോ അയാളുടെ കപ്പാസിറ്റിയോ അയാളുടെ ഇൻ്റലിജൻസോ ഒന്നും പരിഗണിക്കുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ഷെയർ വാങ്ങിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും, വോട്ട് ചെയ്യുമ്പം പ്രയോറിറ്റി കിട്ടും. അങ്ങനെ അവരെന്ത് ചെയ്യും, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗങ്ങളായിരിക്കും, അവരായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ആളുകളുടെ കപ്പാസിറ്റി, ഇൻ്റലിജൻസ്, എബിലിറ്റി ഇതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതും അവരാണ് അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇത് 3 ഡിഫറൻസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു 2 ഡിഫറൻസും കൂടെ പറയണം. ഓക്കെ.